നമസ്കാരം. ഭാര്യയെ കാമുകന് വിവാഹം കഴിപ്പിച്ച് നൽകിയ ഭർത്താവിൻ്റെ വാർത്ത ഏറെ വൈറലായിരുന്നു. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഭാര്യ രാധികയെ ഭർത്താവ് ബബ്ലു കാമുകനായ വികാസിന് വിവാഹം കഴിപ്പിച്ച് നൽകിയതായിരുന്നു വാർത്ത. ഭാര്യ രാധികയ്ക്ക് വികാസുമായി ബന്ധമുണ്ടെന്ന് ബബ്ലു കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇയാൾ വിവാഹം കഴിപ്പിച്ച് നൽകിയത്. മീററ്റിലടക്കം നടന്ന കൊലപാതകം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്നാൽ ഈ കഥയിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. വിവാഹം കഴിപ്പിച്ചയച്ച ഭാര്യ ഇപ്പോൾ തിരികെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് മാർച്ച് 28-ന് രാത്രി ബബ്ലു വികാസിന്റെ വീട്ടിലേക്ക് പോയി രാധികയെ തിരികെ വിട്ടുതരണമെന്ന് അഭ്യർത്ഥിച്ചു. 7ഉം 2ഉം വയസ്സുള്ള 2 കുട്ടികളെ സ്വന്തമായി പരിപാലിക്കാൻ ബുദ്ധിമുട്ടുകയാണെന്ന് ബബ്ലു പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. തുടർന്ന് വികാസും കുടുംബവും രാധികയെ ബബ്ലുവിനൊപ്പം മടങ്ങാൻ അനുവദിക്കുകയായിരുന്നു. അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലാക്കിയത്. അവളെ എന്നോടൊപ്പം തിരികെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. അവളോടൊപ്പം സമാധാനപരമായി ജീവിക്കുമെന്ന് ബബ്ലു പറഞ്ഞു. അതേസമയം കാമുകനായ വികാസിന്റെ അമ്മ ഗായത്രി പറഞ്ഞത് വിവാഹത്തെ തുടക്കം മുതൽ തന്നെ കുടുംബം എതിർത്തിരുന്നുവെന്നാണ്. ബബ്ലു മക്കളെ കൊണ്ടുവന്നപ്പോൾ രാധികയും ബബ്ലുവിന്റെ അടുത്തേക്ക് പോയി. രാധികയെ തടഞ്ഞില്ല. വിവാഹത്തിന് ശേഷം 3-ാം ദിവസം തന്നെ രാധിക തിരിച്ചുപോയി. ഭർത്താവ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. കുട്ടികളെ ഒറ്റയ്ക്ക് പരിപാലിക്കാൻ കഴിയുന്നില്ലെന്നും തൻ്റെ തെറ്റ് മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ കഴിഞ്ഞില്ല, തുടർന്ന് അവരെ വിട്ടയച്ചുവെന്നായിരുന്നു ഗായത്രി ഇന്ത്യ ടുഡേയോട് പറഞ്ഞത്. അതേസമയം മറ്റൊരു റിപ്പോർട്ട് പ്രകാരം മുൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ വികാസിന്റെ അമ്മ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അമ്മയില്ലാതെ കുഞ്ഞുങ്ങൾ വളരുന്നത് കാണാൻ ആഗ്രഹമില്ലെന്നാണ് വികാസിന്റെ അമ്മ പറഞ്ഞത്. വികാസ് എൻ്റെ മകനാണ്. ബബ്ലുവിൻ്റെയും 2 കുട്ടികളുടെയും അടുത്തേക്ക് മടങ്ങാൻ ഞാൻ രാധികയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 കൊച്ചുകുട്ടികളോട് എനിക്ക് വളരെ വിഷമം തോന്നിയെന്നാണ് അമ്മായിയമ്മ പറഞ്ഞത്. അമ്മായിമ്മയുടെ വാക്ക് കേട്ട് രാധിക മടങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ഗോരഖ്പൂരിലെ ജില്ലയിലെ അജ്ഞാതമായ ഒരു സ്ഥലത്താണ് രാധിക ബബ്ലുവിനൊപ്പം താമസിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ബബ്ലു 2017-ലാണ് രാധികയെ വിവാഹം കഴിച്ചത്. കൂലിപ്പണിക്കാരനായ ബബ്ലു മിക്കവാറും ദിവസങ്ങൾ വീട്ടിലുണ്ടാകാറില്ലായിരുന്നു. ജോലിക്കായി പുറം സ്ഥലങ്ങളിലായിരിക്കും. ഈ സാഹചര്യത്തിലായിരുന്നു രാധിക വികാസുമായി പ്രണയത്തിലായത്. ഇരുവരും തമ്മിലുള്ള ബന്ധം ഏറെക്കാലമായി തുടങ്ങിയതായിരുന്നു. ഭർത്താവോ കാമുകനോ ആര് വേണമെന്ന് തീരുമാനിക്കാൻ ബബ്ലു തന്നെയാണ് ഭാര്യയോട് നിർദ്ദേശിച്ചത്. കാമുകനെ തിരഞ്ഞെടുത്ത രാധികയെ ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനായി ബബ്ലു തീരുമാനിക്കുകയായിരുന്നു. കാമുകനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇയാൾ ഭാര്യയുമായി കലഹിക്കുകയോ തർക്കമുണ്ടാക്കുകയോ ചെയ്തിരുന്നില്ല. ഭാര്യയുടെയും കാമുകന്റെയും വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിക്കുകയും വിവാഹം നടത്തിക്കൊടുക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്യുകയായിരുന്നു. ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിൽ ഹിന്ദു ആചാരപ്രകാരം രാധിക കാമുകനായ വികാസിനെ വിവാഹം കഴിച്ചു. ചടങ്ങുകൾക്കെല്ലാം ബബ്ലു സാക്ഷിയാവുകയും ചെയ്തിരുന്നു. തുടർന്ന് വിവാഹം രജിസ്റ്റർ ചെയ്ത് നിയമപരമാക്കി. അതേസമയം മക്കളെ തനിക്ക് വേണമെന്നും ബബ്ലു അറിയുകയും രാധിക ഇതിന് സമ്മതം മൂളുകയും ചെയ്തിരുന്നു. മക്കളെ താൻ ഒറ്റയ്ക്ക് വളർത്തുമെന്നായിരുന്നു വിവാഹ സമയത്ത് ഇയാൾ പറഞ്ഞത്. തനിക്ക് അപകടം സംഭവിക്കുന്നത് ഒഴിവാക്കാനാണ് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചതെന്ന് ബബ്ലു വാർത്താ ഏജൻസിയായ PTIയോട് അന്ന് വ്യക്തമാക്കിയിരുന്നു. പ്രണയമറിഞ്ഞ് പലവട്ടം പിന്മാറാൻ കാമുകനോടും ഭാര്യയോടും പറഞ്ഞിട്ടും ഫലം കണ്ടിരുന്നില്ല. ഇതിനിടെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നതിനിടയിലായിരുന്നു മീററ്റിലെ കൊലപാതക വാർത്ത പുറത്തു വന്നത്. യുവതിയും കാമുകനും കൂടി ഭർത്താവിനെ കൊന്നു തള്ളിയ വാർത്തയായിരുന്നു ഇത്. ബബ്ലു ഈ വാർത്ത അറിഞ്ഞതോടെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഭാര്യ രാധികയെ കാമുകന് വിവാഹം കഴിച്ചു കൊടുപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2 പേർക്കും സമാധാനപരമായി ജീവിക്കാൻ ഭാര്യയെ കാമുകന് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. താനും രാധികയും വിവാഹമോചിതരല്ലാത്തതിനാൽ വിവാഹത്തിന്റെ നിയമസാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഗ്രാമവാസികളുടെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നതെന്നും കുടുംബാംഗങ്ങളാരും എതിർത്തില്ലെന്നുമായിരുന്നു ബബ്ലു വിവാഹ ദിവസം പറഞ്ഞത്. ഈ കഥയിലാണ് ഇപ്പോൾ ട്വിസ്റ്റ് ഉണ്ടായി ഭാര്യ തിരികെ വീണ്ടും വീട്ടിൽ മടങ്ങിയെത്തിയിരിക്കുന്നത്.